പാർട്ടിയെ അടിക്കാനുള്ള വടിയായി ശശി തരൂരിനെ BJP ഉപയോഗപ്പെടുത്തുന്നുവെന്ന് കോൺഗ്രസ് വിലയിരുത്തുകയാണ്. തരൂർ കൂടി ചെലുത്തിയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർവകക്ഷി സംഘത്തിന്റെ കേന്ദ്ര പട്ടിക കോൺഗ്രസ് അംഗീകരിച്ചത്. മെയ് 16-ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം 4 MPമാരുടെ പേര് രാഹുൽ ഗാന്ധി സർക്കാരിന് കൈമാറി. എന്നാൽ ആ 4 പേരിൽ ആനന്ദ് ശർമ്മയെ മാത്രം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തിന്റെ പട്ടിക പ്രഖ്യാപിക്കുകയായിരുന്നു. ശശി തരൂർ, സൽമാൻ ഖുർഷിദ്, മനീഷ് തിവാരി, ഡോക്ടർ അമർ സിംഗ് എന്നിവരെ കോൺഗ്രസ് പ്രതിനിധികളായി കേന്ദ്ര സർക്കാർ തന്നെ നിശ്ചയിച്ചു. വില കുറഞ്ഞ രാഷ്ട്രീയ കളിയാണ് BJP നടത്തിയതെന്ന് കോൺഗ്രസ് വാർത്താക്കുറിപ്പിൽ പറയുന്നു. BJPയെ രാഷ്ട്രീയമായി സഹായിക്കുന്ന പ്രസ്താവനകളും ഇടപെടലുകളുമായി സജീവമാണ് ശശി തരൂർ. കഴിഞ്ഞയാഴ്ച ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ തരൂരിനെതിരെ ശക്തമായ വികാരമുയർന്നിരുന്നു. കോൺഗ്രസിനെ കൊണ്ട് തന്നെ നടപടിയെടുപ്പിച്ച് പാർട്ടിക്ക് പുറത്തു പോകാനാണ് തരൂർ ശ്രമിക്കുന്നത് എന്ന് ചില മുതിർന്ന നേതാക്കൾ വിലയിരുത്തുന്നു. കരുതലോടെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തരൂരിൻ്റെ നീക്കങ്ങളെ സമീപിക്കുന്നത്. ശശി തരൂർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ താഴെ നിൽക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ വലിയ പദവിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കമൻറ്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളായിരുന്നു. അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായം എന്തായാലും അത് തന്നെയായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം. ജോൺ ബ്രിട്ടാസ്, E.T. മുഹമ്മദ് ബഷീർ എന്നീ MPമാരും BJP നേതാവ് V. മുരളീധരനും സർവകക്ഷി സംഘത്തിനൊപ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കും. 7 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള MPമാരുടെയും നയതന്ത്ര വിദഗ്ധരുടെയും സംഘം വൈകാതെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കും. ഇന്ത്യൻ നീക്കത്തെ നേരിടാൻ പാകിസ്ഥാനും ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട്. മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിനിധി സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.